Hi. നമ്മുടെ അടുത്ത എയിം R with the usual metric closed interval AB compact and prove ചെയ്യല where A and B are real numbers. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി നെസ്റ്റഡ് ഇന്റർവൽസ് പ്രോപ്പർട്ടി ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നെസ്റ്റഡ് ഇന്റർവൽസ് പ്രോപ്പർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിനു മുമ്പേ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസ് എന്താണെന്ന് അറിയണം. അതായത് ഒരു സീക്വൻസ് ഓഫ് ഇന്റർവൽസ് എപ്പോഴാണ് നെസ്റ്റഡ് എന്ന് പറയാൻ നോക്കാം. ഒരു എക്സാമ്പിൾ വഴി ഞാൻ വിശദീകരിക്കുന്നത് IN is equal to closed minus 1 by n 1 by n അല്ലേ, ഒരു സീക്വൻസ് ഓഫ് ഇന്റർവൽസ് ആണ് അല്ലെ. I1 എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് മൈനസ് 1 1, I2 ക്ലോസ്ഡ് മൈനസ് 1 by 2 1 by 2 എക്സെട്ര അങ്ങനെ പോകും. ഒരു സീക്വൻസ് ഓഫ് ഇന്റർവൽസ് ആണ് അല്ലേ. ഞാൻ ചിത്രം വരച്ചു കാണിച്ചിട്ടുള്ളത് ക്ലോസ്ഡ് മൈനസ് 1 1 അല്ലേ, I1 ഇത് I2 ക്ലോസ്ഡ് മൈനസ് 1 by 2 1 by 2 എക്സെട്ര അങ്ങനെ പോകും അല്ലേ. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഈ സീക്വൻസ് ഓഫ് ഇന്റർവൽസ് നെസ്റ്റഡ് ആണ് പറയും. കാരണം എന്താ പറയുക, I1ന്റെ സബ്സെറ്റ് അല്ലേ I2, I2ന്റെ സബ്സെറ്റ് അല്ലേ I3 അല്ലേ, അതങ്ങനെ അങ്ങനെ പോകും അല്ലെ. I4 I3ന്റെ സബ്സെറ്റ് ആയിരിക്കും. അതായത് എഴുതുമ്പം I1ന്റെ സബ്സെറ്റാണ് I2, അതിൻ്റെ സബ്സെറ്റാണ് I3 എക്സെട്ര അങ്ങനെ പോകും. ഇൻ ജനറൽ INന്റെ സബ്സെറ്റ് ആയിട്ട് അടുത്ത IN+1 അല്ലേ. ഇങ്ങനെ പോകുന്നുണ്ട് ഈ സീക്വൻസ് ഓഫ് ഇന്റർവൽസ് നെസ്റ്റഡ് ആണെന്ന് പറയും. അതായത് ഒരു സീക്വൻസ് ഓഫ് ഇന്റർവൽസ് എപ്പോഴാണ് നെസ്റ്റഡ് ആണെന്ന് പറയാം, ഈ ചെയിൻ ഓഫ് ഇൻക്ലൂഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ I1ന്റെ സബ്സെറ്റ് I2, അതിൻ്റെ സബ്സെറ്റ് I3, അതിൻ്റെ സബ്സെറ്റ് I4 അങ്ങനെ പോവുകയാണെങ്കിൽ ആ സീക്വൻസ് ഓഫ് ഇന്റർവൽസ് നമ്മൾ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസ് ആണ് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ I1 I2 I3 ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഇന്റർവൽസിന്റെ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ പോവാം. ഇത് എപ്പോഴും ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ ലെങ്ത് സീറോയിലേക്ക് പോകല്ലേ അല്ലേ. ലെങ്ത് ഇങ്ങനെ കുറഞ്ഞ് ഷ്രിങ്ക് ചെയ്ത് സീറോയിലേക്ക് പോവാ ലെങ്ത്. അങ്ങനെ സീറോയിലേക്ക് പോയിക്കോളം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ ചെയിൻ ഓഫ് ഇൻക്ലൂഷൻ ഹോൾഡ് ചെയ്യാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ തരാം. IN equal to closed 0 1, അതായത് I1 ക്ലോസ്ഡ് 0 1 ആണ്, I2 ക്ലോസ്ഡ് 0 1 ആണ്, I3 ക്ലോസ്ഡ് 0 1 ആണ്. അപ്പോഴും ഈ ചെയിൻ ഓഫ് ഇൻക്ലൂഷൻ ഹോൾഡ് ചെയ്യില്ലേ. I1ന്റെ സബ്സെറ്റിൽ I2 അല്ലേ, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതും നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസാ അല്ലേ. അത് ഷ്രിങ്ക് ചെയ്യുന്നുണ്ടോ അല്ല, അതൊക്കെ ഫിക്സ് ആയിട്ട് നിൽക്കുകയാണ്. എല്ലാ ഇന്റർവലും ക്ലോസ്ഡ് 0 1 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എവിടുത്തെ നെസ്റ്റഡ് ഇന്റർവൽസ് പ്രോപ്പർട്ടി എന്താ പറയണമെങ്കിൽ നമ്മൾ നോക്കുക, ഈ ഫസ്റ്റ് എക്സാമ്പിളിലെ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽ എടുത്ത് നോക്കിയാൽ ഈ എല്ലാ ഇന്റർവലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, എല്ലാ ഇന്റർവലും 0 ഉണ്ട് അല്ലേ. ഈ ഇന്റർവൽസിൻ്റെ ഇതിൻ്റെ ഇന്റർവൽ IN equal to 1 to infinity IN എടുത്തു കഴിഞ്ഞാൽ അല്ലേ നിങ്ങൾക്ക് എന്താ കിട്ടുക, സെറ്റ് 0 ആണ് കിട്ടുക. കാരണം 0 കോമൺ പോയിന്റ്, എല്ലാ ഇന്റർവലും 0 ഉണ്ട്. ഈ രണ്ടാമത്തെ എക്സാമ്പിളിലോ ഇന്റർസെക്ഷൻ N equal to 1 to infinity IN എന്താ വരിക അല്ലേ, അത് മൊത്തം വരും അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് എക്സാമ്പിൾ തന്നു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസിന്. ഈ രണ്ട് എക്സാമ്പിളിലും ഈ എക്സാമ്പിളിൽ എല്ലാ ഇന്റർവലും കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ട്. ഈ എക്സാമ്പിളിലോ എല്ലാ ഇന്റർവലും കോമൺ ആയിട്ട് ഇഷ്ടം പോലെ പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി ചോദ്യം വരുന്നതല്ല, നിങ്ങൾക്ക് ഒരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസ് തരാൻ പറ്റുമോ സച്ച് ദാറ്റ് ആ എല്ലാ ഇന്റർവലും കോമൺ ആയിട്ട് ആരും ഇല്ലാത്ത, ഇവിടെ എല്ലാ ഇന്റർവലും കോമൺ ആയിട്ട് 0 ഒരാളെങ്കിലും ഉണ്ട്. ചോദ്യം അതാണ്, നിങ്ങൾക്ക് ഒരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസ് തരാൻ പറ്റുമോ സച്ച് ദാറ്റ് ആ ഇന്റർവൽസ് എല്ലാം കോമൺ ആയിട്ട് ആരുമില്ല. അതായത് ആ ഇന്റർവൽസിൻ്റെ ഒക്കെ ഇന്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ എംപ്റ്റി ആയിട്ട് വരണം. അങ്ങനത്തെ ഒരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസ് തരാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക്, ഞാൻ തരാം, എൻ്റെ മുകളിൽ ആലോചിച്ചു പോസ് ചെയ്തിട്ട്. ഈ എക്സാമ്പിൾ നോക്കിയാൽ IN equal to open 0 1 by 8 അല്ലേ. അപ്പോൾ I1 വരുമ്പോൾ വരും ഓപ്പൺ 0 1, I2 ഓപ്പൺ 0 1 by 2, I3 ഓപ്പൺ 0 1 by 3 അങ്ങനെ വരും അല്ലേ. ഇതൊരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസ് അല്ലേ. I1ന്റെ സബ്സെറ്റ് ആണ് I2, അതിൻ്റെ സബ്സെറ്റ് ആണ് I3 അങ്ങനെ പോകും. ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വെരിഫൈ ചെയ്യാം. സോ ദിസ് ഇസ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസ്. ഈ ഇന്റർവൽസിലെല്ലാം കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഇതിങ്ങനെ ചെറുതായി 0യുടെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ 0 ഒരു ഇന്റർവലും ഇല്ലാന്ന് ഓർക്കണം. 0 ഏതെങ്കിലും ഇന്റർവൽ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക, പ്രൂവ് ചെയ്യുക. ഈ എല്ലാ ഇന്റർവലും കോമൺ ആയിട്ട് ഒരു പോയിന്റ് പോലും ഇല്ല. ഇന്റർസെക്ഷൻ N equal to 1 to infinity IN empty ആണ്, സ്വന്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു, ഈ രണ്ട് എക്സാമ്പിളിലും ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എല്ലാ ഇന്റർവലും കോമൺ ആയിട്ട് 0 ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ ഇന്റർവലും കോമൺ ആയിട്ട് ക്ലോസർ 0 1 മൊത്തം ഉണ്ട്. അപ്പം നമ്മളവിടെ ചോദിച്ചത് എന്താ, അങ്ങനെ അല്ലാതെ എല്ലാ ഇന്റർവലും കോമൺ ആയിട്ട് ആരും ഇല്ലാത്തൊരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരം കിട്ടി നമുക്ക്. സോ ദിസ് ഇസ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽസ്. ഈ എല്ലാ ഇന്റർവലും കോമൺ ആയിട്ട് ആരും ഇല്ലാത്ത ഇന്റർസെക്ഷൻ ഈസ് എംപ്റ്റി.
അപ്പോൾ ചോദ്യം ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം നമുക്ക്. ഇവിടെ നമ്മളെടുത്ത് ഈ 2 എക്സാമ്പിളിലും നമ്മളെടുത്ത ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആയതൊക്കെ അല്ലേ, എല്ലാ ഐനും ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ ക്ലോസ്ഡ് അല്ലല്ലോ അല്ലേ, ഈ ഇൻ്റർവെൽസ് ഒന്നും ക്ലോസ്ഡ് അല്ല. അപ്പോൾ ചോദ്യം മോഡിഫൈ ചെയ്യട്ടെ, നമുക്കൊരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് കിട്ടോ, ഇതുപോലെ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് കിട്ടോ സച്ച് ദാറ്റ് ആ എല്ലാ ഇൻ്റർവെൽസും കോമൺ ആയിട്ട് ഒരാളില്ലാത്ത രീതിയിൽ. മനസ്സിലായോ? ആലോചിച്ചോളൂ. നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആലോചിക്കുക. എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത? ആ എല്ലാ ഇൻ്റർവെൽസിലും കോമൺ ആയിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല. their intersection is empty. നമ്മളൊരു എക്സാമ്പിൾ കിട്ടുമോ നോക്ക്. എക്സാമ്പിൾ ഉണ്ട്, ആലോചിച്ചു ഞാൻ തരാം. ഈ എക്സാമ്പിൾ നോക്കിയാ IN is equal to closed n infinity. അതായത് I1 എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് 1 ഇൻഫിനിറ്റി, 1 1 ശേഷം എല്ലാ റിയൽ നമ്പേഴ്സും, I2 മീൻസ് ക്ലോസ്ഡ് 2 ഇൻഫിനിറ്റി, 2 ശേഷം എല്ലാ റിയൽ നമ്പേഴ്സും, അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതൊരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇൻ്റർവെൽസ് അല്ലേ? ആണ്. കാരണം എന്താ, I1ന്റെ സബ്സെറ്റ് ആണ് I2, അതിൻ്റെ സബ്സെറ്റ് ആണ് I3, അങ്ങനെ പോകുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്തുള്ള ഓരോ ഇൻ്റർവെലും ക്ലോസ്ഡ് അല്ലേ, ഇതൊക്കെ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആണ്. ഇതിൻ്റെയൊക്കെ ലിമിറ്റ് പോയിന്റ്സ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ദിസ് ഇസ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ്. ഇനി ഈ ഇൻ്റർവെൽസിൻ്റെ എല്ലാം കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ മൊത്തം ഇൻ്റർസെക്ഷൻ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് എംപ്റ്റി സെറ്റ് ആയി കിട്ടുക. നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക. ഇതിലൊന്നും എല്ലാ ഇൻ്റർവെൽസിനും കോമൺ ആയിട്ട് ഒരു പോയിന്റ് പോലും ഇല്ല, അതിൽ ഇൻ്റർസെക്ഷൻ എംപ്റ്റി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്തായിരുന്നു? നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് കിട്ടുമോ സച്ച് ദാറ്റ് എല്ലാ ഇൻ്റർവെൽസിനും കോമൺ ആയിട്ട് ആരും ഇല്ലാത്ത രീതിയിൽ കിട്ടി. നമുക്ക് അതും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ഒരു തവണ കൂടി മോഡിഫൈ ചെയ്യട്ടെ. ഈ ഒന്നാമത്തെ രണ്ടാമത്തെ എക്സാമ്പിൾസിലെ ഇൻ്റർവെൽസ് വെറും ക്ലോസ്ഡ് മാത്രമല്ല, അത് ബൗണ്ടഡും കൂടിയാണ് അല്ലേ. ഇത് ബൗണ്ടഡ് അല്ലല്ലോ, അത് ക്ലോസ്ഡ് മാത്രമല്ലേ, ഇതൊരു അൺബൗണ്ടഡ് ഇൻ്റർവെലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പക്ഷേ രണ്ടിലും എന്താണ്, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് കിട്ടുമോ സച്ച് ദാറ്റ് എല്ലാ ഇൻ്റർവെലും കോമൺ ആയിട്ട് ആരുമില്ലാത്ത രീതിയിൽ, അവിടെ നമ്മൾ നോക്കാം. അങ്ങനെ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് കിട്ടൂല സച്ച് ദാറ്റ് അതിലെല്ലാത്തിലും കോമൺ ആയിട്ട് ആരുമില്ലാത്ത രീതിയിൽ. നിങ്ങൾ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻ്റർസെക്ഷൻ ഓൾവേസ് നോൺ എംപ്റ്റി ആയിരിക്കും. അതാണ് നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി എന്നുള്ളത്. ഞാനത് ഒന്ന് സ്റ്റേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി പ്രൂഫ് അടുത്ത വീഡിയോയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ വായിച്ചു നോക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് എടുത്താൽ ആ ഇൻ്റർവെൽസിലെല്ലാം കോമൺ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. അതായത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഈസ് നോട്ട് എംപ്റ്റി. പ്രൂഫ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.